എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഡോഫ്ലമിംഗോടെ ആ കേജ് പവർ അതാണെങ്കിൽ ഓൾമോസ്റ്റ് അയലാൻഡിനെ മുഴുവനായിട്ടും റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ജനങ്ങൾക്ക് കഷ്ടിച്ച് പെരുമാറാനുള്ള സ്ഥലം മാത്രമേ ഇനി അയലാൻഡിൽ ബാക്കിയുള്ളൂ. ജനങ്ങളാണെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് ഓരോ ഭാഗത്തേക്ക് രക്ഷ തേടി ഓടും. അപ്പോഴായിരിക്കും നമ്മുടെ ഉസോപ്പ് അവനിപ്പോ ജനങ്ങളുടെ മുൻപിലേക്ക് വരിക. ഉസോപ്പിനെ കാണേണ്ട താമസം ജനങ്ങൾ എല്ലാവരും വണ്ടറടിച്ച് ഉസോപ്പിനെ തന്നെ നോക്കും. ഡോഫ്ലമിംഗോ അവൻ വലിയ ബൗണ്ടി പ്രഖ്യാപിച്ച നമ്മുടെ ചക്കൻ അവനല്ലേ, ഇവനെ പിടിച്ചു കൊടുത്താൽ നമുക്ക് അത്രയും പണം കിട്ടില്ലേ എന്നൊക്കെ അവരിപ്പോ പരസ്പരം ഡിസ്കസ് ചെയ്യും. ഉസോപ്പാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. മിണ്ടിപ്പോവരുത്, ഈ സമയത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? ആ ഡോഫ്ലമിംഗോ അവൻ വലിയൊരു ചതിയനാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ഈസ്റ്റ് വെസ്റ്റ് സൈഡിൽ എന്റെ ഫ്രണ്ട്സ് ഡോഫ്ലമിംഗോയുടെ ഈ വെബ് അത് തടയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും എത്രയും വേഗം അവിടേക്ക് പോയി അവരെ സഹായിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായി സാധിക്കൂ. പക്ഷെ ജനങ്ങളാണെങ്കിൽ അപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ. ഇവിടെ പോയി വെബിനെ പ്രസ് ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുമോ? ഇവർ ആക്ച്വലി സത്യമാണോ പറയണെന്നൊക്കെ ചിന്തിച്ച് അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഒസോപ്പാണെങ്കിൽ അവരെ എല്ലാവരെയും ചീത്ത വിളിച്ച് അവിടുന്ന് ഓടിച്ചു വിടുകയാണ്. എങ്ങനെയെങ്കിലും ലൂഫിയെ സപ്പോർട്ട് ചെയ്യണം. ഡോഫ്ലമിംഗോയെ അവനെ ഒരു അല്പസമയം കൂടെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ ലൂഫിക്ക് അവന്റെ പവർ അത് റീഗെയിൻ ചെയ്ത് ഡോഫ്ലമിംഗോ ആയിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മളെ രക്ഷിക്കാനായിട്ട് കഴിയൂ. കട്ട് ചെയ്താ ഇവിടെ ഡോഫ്ലമിംഗോ അവൻ ഓരോരുത്തരായിട്ട് അവന്റെ പവർ വെച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. പരുക്ക് പറ്റിയവര് ഡോഫ്ലമിംഗോ പോവാതിരിക്കാൻ അവന്റെ കാലിലും കയ്യിലും ഒക്കെ പിടിച്ച് അവനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിന് ഡോഫ്ലമിംഗോ അവരുടെ തലയിൽ ചവിട്ടി അരച്ച് അങ്ങനെ മുൻപോട്ടേക്ക് നടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആങ്കർ ആണെങ്കിൽ ട്രഫാർഗറിലോടെ കയ്യിൽ ലൂഫിയെ ഏൽപ്പിച്ച് ഇപ്പൊ ഡോഫ്ലമിംഗോയെ അവനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പോകും. ഇവിടെ ഡോഫ്ലമിംഗോ അവന്റെ സ്ട്രിങ്സ് ഉപയോഗിച്ച് മുൻപിൽ വരുന്ന എല്ലാവരെയും കുത്തി കൊല്ലും. പൈലറ്റ് ആണെങ്കിൽ ആ ഒരു സീൻ കണ്ട് അങ്ങനെ ഫ്രീസ് ആവുകയാണ്. കട്ട് ചെയ്താ നമ്മുടെ റബേക്ക അവളാണെങ്കിൽ ജനങ്ങളുടെ അടുത്തേക്ക് വന്ന് അവരെല്ലാവരും ഡൈവേർട്ട് ചെയ്ത് ഇപ്പൊ റോയൽ പാലസിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. കമോൺ കമോൺ, നിങ്ങൾ എല്ലാവരും എത്രയും വേഗം റോയൽ പാലസിന്റെ അടുത്തേക്ക് പോകണം. അവിടേക്കാണ് ഈ ഒരു കേജ് അത് ലക്ഷ്യമാക്കി പോകുന്നത്. അവിടേക്ക് പോവാണെങ്കിൽ നിങ്ങൾ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവള് അവിടെയുള്ളവരെ എല്ലാവരെയും അവിടേക്ക് വഴിതെളിച്ച് വിടും. ആദ്യം അവർക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ തോന്നും. പക്ഷെ റബേക്ക പറയുന്നതായതുകൊണ്ട് തന്നെ അവരത് വിശ്വസിച്ച് അവിടേക്ക് പോകും. റബേക്കയ്ക്കാണെങ്കിൽ ഈ അവസ്ഥയൊന്നും കണ്ട് സഹിക്കാനായിട്ട് കഴിയില്ല. ഇനിയും ഇങ്ങനെ പോയാൽ ജനങ്ങളെല്ലാവരും മരിക്കും, നമുക്കെല്ലാം നഷ്ടമാവും. എൻ്റെ പപ്പയ്ക്ക് വേണ്ടി, ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ആ ഡോഫ്ലമിംഗോയെ അവൻ എൻ്റെ കൈകൊണ്ട് കൊന്ന് എൻ്റെ പവർ എന്താണെന്ന് ഞാൻ തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഒരു സ്ക്വാഡും എടുത്ത് ഡോഫ്ലമിംഗോയെ ലക്ഷ്യമാക്കി വരികയാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ നിർത്താതെ ഉഷാറായിട്ട് ബാരിയറിനെ തള്ളി തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. റബേക്കയെ കണ്ട് വയലറ്റ് അവൾ ഫുൾ കലിപ്പില് റബേക്ക അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. നിനക്കൊരു പോറൽ പോലും സംഭവിക്കാൻ പാടില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ പപ്പ കൈറോസിന്റെ മുൻപിൽ പിന്നെ എനിക്ക് നിൽക്കാനായിട്ട് കഴിയില്ല. ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് നീ തിരികെ പോണം. അത് കേട്ട് റബേക്ക അവൾ വേറെ വഴിയില്ലാതെ തല താഴ്ത്തി അങ്ങനെ തിരിഞ്ഞു നടക്കുകയാണ്. ഇവിടെ വയലറ്റ് അവളുടെ മുടിയിലെ ക്ലിപ്പ് അഴിച്ച് ഒരു ചെറിയ കത്തി കയ്യിലെടുത്ത് ഡോഫ്ലമിംഗോയുടെ മുൻപിലേക്ക് നടന്നെടുക്കും. ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ അവളെ കാണുമ്പോൾ തന്നെ ചിരി അടക്കാനാവില്ല. പക്ഷെ വയലറ്റ് അവൾക്കാണെങ്കിൽ ഡോഫ്ലമിംഗോയെ കൊന്നേ തീരൂ എന്നുള്ള പകയിൽ അവൾ കത്തി വെച്ച് അച്ചറം പൊച്ചറം ഡോഫ്ലമിംഗോയ്ക്ക് നേരെ ആഞ്ഞു വീശാണ്. പക്ഷെ ഡോഫ്ലമിംഗോ ആണെങ്കിൽ അവളുടെ എല്ലാ അറ്റാക്കിൽ നിന്നും വളരെ സിമ്പിളായിട്ട് ഒഴിഞ്ഞു മാറി അവളെ ഒരൊറ്റ ചവിട്ട് ചവിട്ടും. ആ ചവിട്ടിന് അവൾ കറങ്ങി അടിച്ച് താഴെ വീഴും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനെ കാണിക്കും. ആളാണെങ്കിൽ സോറോയുടെ അടുത്തേക്ക് വരികയാണ്. സോറോയ്ക്കാണെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ആവും. പക്ഷെ ആള് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും ഇല്ലാതെ ആളുടെ സ്ക്വാഡിലേക്ക് ഫുൾ പവർ കൊടുത്ത് ഇപ്പൊ വെബിനെ പ്രസ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ആളുടെ ടീമിലുള്ള ഈ പവർ യൂസ് ചെയ്യാൻ കഴിയുന്ന എല്ലാ സോൾജിയേഴ്സും ഇപ്പൊ ആളെ സപ്പോർട്ട് ചെയ്ത് ആ വെബിനെ പുറകിലേക്ക് പ്രസ് ചെയ്യാണ്. നോർമൽ പവറുള്ള സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പോ സ്മൈൽ ഫാക്ടറിയിലേക്ക് പോയി ഫ്രാങ്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഐലാൻഡിന്റെ ഓരോ ഭാഗത്തും ഓരോ ടീമുകളായി പിരിഞ്ഞ് ആ ഒരു വെബിനെ അതിനെ ആൾക്കാരങ്ങനെ പ്രിവെന്റ് ചെയ്യും. എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരും അവരുടെ സർവ്വ പവർ ഉപയോഗിച്ച് ആ കേജിനെ അങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. അവർ തള്ളുക മാത്രമല്ല, പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സപ്പോർട്ട് ചെയ്തും കൂടുതൽ ബൂസ്റ്റ് ചെയ്തും അവരുടെ എല്ലാവരുടെയും റിയൽ പവർ അത് പുറത്തേക്ക് കൊണ്ടുവരാണ്. സോ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം അത് കറക്റ്റായിട്ട് റിസൾട്ട് കാണും. ആ ബാരിയറിനെ ഒരു വിധത്തിൽ അവരെല്ലാവരും തടഞ്ഞു നിർത്തുകയാണ്. അവർ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ഹാവു, നമ്മുടെ ഇത്രയും പേരുടെ പ്രയത്നം അത് വെറുതെ ആയില്ല. ഇത്രയും നേരം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും ഈ ബാരിയറിനെ ഇതിന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർ സമാധാനത്തിൽ പരസ്പരം നോക്കുന്ന അടുത്ത നിമിഷം ആ ബാരിയർ അത് വീണ്ടും വമ്പ ശബ്ദത്തിൽ ഇപ്പൊ മുൻപോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും.
ഓ നോ, ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചല്ലേ? ഇതെങ്ങനെ വീണ്ടും റീസ്റ്റാർട്ടായി? എന്തെങ്കിലും എത്രയും വേഗം ചെയ്യണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും വീണ്ടും അവരുടെ ഫോഴ്സ് ബാരിയറിന് കൊടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ വയലറ്റിനെ കാണിക്കും. അവളാണെങ്കിൽ അടി കിട്ടി അങ്ങനെ വീണ് കിടക്കുകയാണ്. ഡോഫ്ലമിംഗോ അവൻ ഒരു സെക്കൻഡ് ചുറ്റും നോക്കും. എല്ലാവരും ചേർന്ന് അവന്റെ സ്ട്രിങ് പവറിനെ അവരുടെ ഫുൾ പവർ കൊടുത്ത് പുറത്തേക്ക് തള്ളി അകറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അത് കണ്ട് ഡോഫ്ലമിംഗോയ്ക്ക് അവന്റെ കലി അത് കൂടി കൂടി വരും. ഇത്രയും നാളും ഒരു അടിമകളെ പോലെ എന്റെ കാൽക്കീഴിൽ കിടന്ന നിങ്ങളെല്ലാവരും എനിക്കെതിരെ കുടിയിടയിൽ തിരിഞ്ഞുവല്ലേ? മാത്രമല്ല എന്റെ പവർ നിങ്ങൾക്കൊരു കുറച്ചിലായിട്ട് തോന്നിയോ? നിങ്ങളെന്നല്ല ആര് വിചാരിച്ചാലും എന്റെ പവറിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ പതിയെ മുൻപോട്ടേക്ക് നടക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ ജനങ്ങളും കിങ്ങും അങ്ങനെ മാറി നിന്ന എല്ലാവരും ആ ബാരിയറിനെ അവരുടെ മൊത്തം ഫോഴ്സും കൊടുത്ത് അങ്ങനെ തള്ളി നീക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മുടെ വയലറ്റ് അവള് ചാടി എഴുന്നേറ്റ് ഇപ്പൊ ഡോഫ്ലമിംഗോയെ അവനെ വിളിക്കും. നിക്കടാ അവിടെ, നിനക്ക് ഞങ്ങളുടെ ഐലാൻഡിനെയും ഐലാൻഡിലുള്ള എല്ലാവരെയും ഇല്ലാതാക്കണം അല്ലേ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ കണ്ണീര് അതിപ്പോ വലിയ 2 ഷാർക്കുകളെ പോലെ ആക്കി മാറ്റും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് അവന്റെ 2 സ്ട്രിങ്സ് അതുപയോഗിച്ച് ഈസി ആയിട്ട് ആ 2 ഷാർക്കുകളെയും തല്ലി താഴെയിടും. വയലറ്റ് ആണെങ്കിൽ വീണ്ടും അവളുടെ കറിക്കത്തി കയ്യിലെടുത്ത് ആളുടെ നേർക്ക് പാഞ്ഞടുക്കുകയാണ്. വയലറ്റിനെ കാണേണ്ട താമസം ഡോഫ്ലമിംഗോ അവളുടെ കൈ പിടിച്ച് തിരിച്ച് വളച്ചൊടിച്ച് മുകളിലേക്ക് ഉയർത്തുകയാണ്. വയലറ്റിന്റെ കയ്യിൽ നിന്ന് കത്തി താഴെ പോയി. അവൾ ഒരുപാട് വേദനയിൽ നിലവിളിക്കുകയാണ്. വയലറ്റ് ആണെങ്കിൽ ഒരുപാട് ദേഷ്യത്തിൽ ഡോഫ്ലമിംഗോയെ നോക്കുകയാണ്. അതിന് ഡോഫ്ലമിംഗോ, എന്തു പറ്റി വയലറ്റ്? നിനക്കിപ്പോ ഞാൻ ശത്രുവായി മാറിയോ? നമ്മൾ ഒരുപാട് വർഷം ഒറ്റക്കെട്ടായി ഒരേ ടീമായി വർക്ക് ചെയ്തതല്ലേ? നീ എന്നെ തന്നെ കൊല്ലുന്നത് ശരിയാണോ? നീ എന്റെ നേരെ തിരിഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായാലും നിന്നെ ഞാൻ കൊല്ലും. പക്ഷെ അത്ര പെട്ടെന്ന് എന്റെ ടീമിലുള്ളവരെ ഞാൻ കൊല്ലില്ല. ആദ്യം എന്റെ മെയിൻ ശത്രുക്കളെ അവരെ കൊന്നതിന് ശേഷമേ മിത്രങ്ങളായി നിങ്ങളെ ഞാൻ കൊല്ലൂ. പക്ഷെ വയലറ്റ് അവൾ വീണ്ടും ചാടി എഴുന്നേറ്റ് അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിന് ഡോഫ്ലമിംഗോ അവന്റെ കൈ ഉപയോഗിച്ച് അവളുടെ കൈയും കാലും ഒക്കെ ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റും. അതിനുശേഷം അവൻ റബേക്കയ്ക്ക് നേരെ തിരിയാണ്. നീ വേണം നിന്റെ കുഞ്ഞമ്മയെ അവരെ കൊല്ലാനായിട്ടെന്ന് പറഞ്ഞ് അവളെ കൺട്രോൾ എടുക്കാൻ തുടങ്ങുകയാണ്. റബേക്കയാണെങ്കിൽ അത് കണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഫ്രീസ് ആവും. ഇവിടെ വയലറ്റ് ഡോഫ്ലമിംഗോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് അവളെ വെറുതെ വിടണം, അവളെ ഇതിൽ ചഴക്കരുത്. നിനക്ക് വേണമെങ്കിൽ നിന്റെ കൈകൊണ്ട് എന്നെ കൊന്നോ, പക്ഷെ അവളെ ഒരു കാരണവശാലും നീ ഇതിൽ ഇടപെടുത്താൻ പാടില്ല. അത് കേട്ട് ഡോഫ്ലമിംഗോ ചിരിച്ച് അവനാണെങ്കിൽ ഇപ്പൊ റബേക്കയെ കൺട്രോൾ എടുക്കുകയാണ്. കമോൺ വായു, നീ നിന്റെ ആന്റിയെ കൊല്ലെന്ന് പറഞ്ഞ് അവൾ അടുത്തേക്ക് വിളിക്കും. മറ്റൊരു ഭാഗത്ത് ഇപ്പോഴും എല്ലാവരും ചേർന്ന് ആ ബാരിയറിനെ തള്ളി തോൽപ്പിക്കാൻ ശ്രമിക്കും. ഇവിടെ ആങ്കറും അവന്റെ അസിസ്റ്റൻസും ഒരു കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് മുകളിലേക്ക് അങ്ങനെ പാഞ്ഞു കയറുകയാണ്. ആങ്കറിനാണെങ്കിൽ ഇപ്പൊ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വരും. കാരണം ഇനി ആ ഒരു സ്ട്രിങ് അതടയാനായിട്ട് 60 സെക്കൻഡ് മാത്രമാണ് ആകെ ബാക്കിയുള്ളത്. എന്തുകൊണ്ട് ലൂഫി അവൻ പവർ റീഗെയിൻ ചെയ്ത് വരുന്നില്ല ചിന്തിച്ച് അവരിപ്പോ ദൂരേക്ക് നോക്കുകയാണ്. ഇവിടെ ലൂഫി അവൻ ഇനിയും കറക്റ്റായിട്ട് 60 സെക്കൻഡോടെ അവന്റെ പവർ റീഗെയിൻ ചെയ്യാൻ ആവശ്യമാണ്. അവൻ അങ്ങനെ ഒന്നും അറിയാതെ തളർന്നു കിടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.